ഹലോ, അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നോമ്പ് 11ാമത്തെ നോമ്പായി. അപ്പോൾ നമ്മുടെ ഒരുപാട് സ്ഥലങ്ങളിൽ മഴയും കാര്യങ്ങളൊക്കെ പെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ ഇന്നൊരു മൂടലും അതുപോലെ ഒരു തുള്ളിയും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചൂടിൽ നോമ്പ് കൂടി ആയതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു മഴ ഏതായാലും സാറായി പെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു നോമ്പ് വെക്കാനൊക്കെ ഒരു സമാധാനം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏതായാലും പെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ അങ്ങനെ ചാരി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേസ് മഴയൊക്കെ ഉസാറായിട്ട് പെയ്യട്ടെ. അപ്പോൾ നമുക്ക് ഇന്ന് പിന്നെ നോമ്പറക്കുള്ള സ്പെഷ്യൽ എന്തൊക്കെ കാര്യങ്ങളൊക്കെ എന്തൊക്കെ ആയി എന്നൊക്കെ ഒന്ന് പോയി നോക്കാതെ അടുക്കളയൊക്കെ ഒന്ന് പോയി നോക്കി വരാം. എന്തൊക്കെ ആയിപ്പോ ഇവിടെ? ഇതെന്താ സംഭവം? എന്തുണ്ടാക്കണേ? പപ്സോ? വെറൈറ്റി കടിയാണല്ലോ. ഉമ്മാക്കത്താ പണി നിങ്ങളെത്താ ഉണ്ടാക്കണേ? ചീര തലച്ചക്കുള്ളതാട്ടോ. ആദ്യം ഇപ്പൊ തന്നെ റെഡിയാക്കി നടക്കും. ചീര ഉപ്പേരിയൊക്കെയുള്ള പരിപാടികളാണ്. അപ്പൊ തന്നെ കേക്കൊക്കെ വൃത്തിയാക്കി വെക്കുന്നുണ്ട്. കേട്ടോ, തലച്ചൊക്കെ എന്താട്ടിയാ മതി, നേരെ ചട്ടി കിട്ടാൻ മതി. ഇപ്പൊ തന്നെ തേങ്ങ അരച്ച് വെക്കാണ്. തലച്ചൊക്കെ നീച്ച് നേരെ തിന്നാൻ മതി. അപ്പൊ അമ്മ ചീരയും കാര്യങ്ങളൊക്കെ തലച്ചക്കുള്ള അമ്മ റെഡിയാക്കുന്നുണ്ട്. അപ്പൊ നമുക്കിപ്പോ നോമ്പറക്കുള്ള കാര്യങ്ങൾ അതവിടെ നോമ്പറക്കുള്ള സ്പെഷ്യൽ വിഭവം അതവിടെ ഓരോന്നാ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് പപ്സും കാര്യങ്ങളാണ്. പിന്നെ നമുക്കൊന്ന് ജ്യൂസ് തന്നെ എന്താ സമാമോ. അപ്പോൾ ഇവിടെ മഴ വന്ന കാരണം കറണ്ടും കാര്യങ്ങളൊന്നും ഇല്ലേനു. സമോസന്റെ പോലെ വാങ്ങിയ ചിങ്ങറൊക്കെ പോകാറുണ്ടല്ലേ. വെറൈറ്റിയാണ്. അര മുട്ട ഫുൾ മുട്ട ഇല്ലല്ലേ? ഫുൾ മുട്ട ആണെങ്കിൽ മടങ്ങിയിട്ടുള്ള കൊള്ളാണെങ്കിലും പടിയല്ലേ. ഉമ്മതാട്ടോ അടുപ്പത്ത് മീൻകറിയും കാര്യങ്ങളും അതും തയ്യാറാക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തൂടെ ചീരയും മുത്തുന്നുണ്ട്. ഒരുപാട് ഒന്നിച്ചാണ്. ഇന്ന് കോയും കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. ഇന്ന് നമ്മൾ മീനാക്കി. എന്നും കോയി ആകുമ്പോൾ ഒരു ഇല്ല. അപ്പം നമുക്ക് ഇന്ന് ഒരു മീൻ മുളകിട്ട കറി ഉണ്ടാക്കി. അപ്പോൾ ഇതാ മീൻ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല മത്തി കേട്ടോ. മത്തി ഇങ്ങനെ മുളകിട്ടൊക്കെ ഇട്ട് നോക്കുക. നമ്മൾ തിളച്ചിങ്ങനെ വരുന്നുണ്ട്. പക്ഷെ കാറ്റ് കാരണം ഇതാ തീയൊക്കെ അതാ പാറിക്കുന്നുണ്ട്. അതിൽ ഉമ്മ ഒരു ഭാഗത്ത് ഇവിടെ ഇതാ ചീരൻ്റെ ഒരു അരിയുന്നുണ്ട്. അത് മീൻ തിളപ്പിക്കുന്നുണ്ട്. മഴക്ക് എന്താ അറിയില്ല, ദമ്മിലാണ് പെയ്യാനൊരു പേടി. ഏതായാലും ചെറിയ ചാറ്റിമാർക്ക് ഇതാ നമ്മൾ ഇറത്തുന്നൊക്കെ വെള്ളത്തുള്ളികൾ ഇങ്ങനെ ചാടി കൊടുക്കുന്നുണ്ട്. അപ്പൊ മീനവിടെ തൽക്കാട്ടാണ് ഇത് അമ്മ അത് അടുത്ത പണിട്ടോ. അമ്മ എന്തൊക്കെ 3 പണികളൊപ്പം ചെയ്യണത്. അത് അടുത്തതാ മുന്തിരി കാര്യങ്ങൾ പൊളിച്ചതാക്കുന്നുണ്ട്. അതൊക്കെ കഴുകി സെറ്റാക്കുന്നുണ്ട്. ഇപ്പൊ പപ്സ് റെഡി ആയിക്കാണ്. ഇനിത് ഒന്ന് എണ്ണയിൽ മുങ്ങി പൊന്താണ്ട്. അതും കൂടി ആയാൽ നമുക്ക് നോമ്പ് തുറക്കാൻ സെറ്റ് സാധനമാവും. എന്തെന്താട്ടണപ്പോ? മുട്ട സമൂസ ഉണ്ടാക്കുന്നുണ്ടോ? അത് വെറൈറ്റി ആവുള്ളൂ. സമൂസന്റെ ഉള്ളിൽ സാധാരണ ബീഫും ചിക്കനൊക്കെ ഉണ്ടായിരുന്നു. മുട്ടയാണ് വെറൈറ്റി ആട്ടോ. അപ്പൊ അവിടെയൊക്കെ വെച്ചിട്ടുണ്ട് ഒരു മിക്സിങ്ങിന്. മിക്സാക്കി മാത്രം ഇല്ലല്ലോ സാധനം. മറ്റേ ബാലൻസ് അല്ലേ. അപ്പോൾ ഏതായാലും നമുക്ക് സമോസ കൂടി ഉണ്ടാക്കാം.
പറഞ്ഞ മഴ ചെയ്തിട്ട് സുഖമായിട്ട് കടന്നുറങ്ങാനോ അല്ലേ? ആയതുകൊണ്ട് ഏതായാലും ചൂടുമ്പോൾ കാര്യങ്ങളൊന്നുമില്ല, കുറേ ദിവസമായി ഉറങ്ങിയിട്ട്. അപ്പോൾ സുഖമായിട്ട് കടന്നുറങ്ങാം. അത് മാത്രമല്ല നോമ്പിൻ്റെ ആൾക്കാർക്കും ഒരു സമാധാനമാവും. അത്യാവശ്യം നനയാൻ മാത്രമുള്ള മഴ പെയ്യുന്നുണ്ടോ? അവിടെ ആരെങ്കിലും നാട്ടിലൊക്കെ മഴ പെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ. ഇവിടെ ഏകദേശം സ്ഥലത്തൊക്കെ പെയ്തെന്നുള്ള ന്യൂസാണ് കേട്ടത്. ഇപ്പൊ കേസ് നമ്മളെ അതാട്ടോ മറ്റേ മുട്ട സമൂസ ഇതവിടെ റെഡി ആയിക്കണ്. ഇനി പൊരിച്ചെടുക്കാണ്ട് കേസ് നമുക്ക് മഴയൊക്കെ പെയ്തപ്പോ അതാ അപ്പൊ നിങ്ങൾ വിളിച്ചു നോക്കുന്നുണ്ട്, എന്താ അവിടെ മഴ തോന്നുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചാണ് വിളിച്ചിട്ടുണ്ട്. മുട്ട സമൂസ ഇങ്ങനെ വെണ്ണ കടന്ന് ഇങ്ങനെ തിളച്ച് മറിയണില്ലേ, തിളച്ചോണ്ടിരിക്കുന്നുണ്ട്. അതാ മറിഞ്ഞു. ഇപ്പൊ കേസ് ഇതാ മഴ പൂക്കൂടിക്കാണ്. സമൂസ ഇതാ മുട്ട സമൂസ റെഡി ആയിക്കണ്. അടുത്ത് നമുക്ക് ഇതാ പപ്സ്, മുട്ട പപ്സ്, അതായത് അരമുറി ഇട്ടുണ്ടാക്കിയ മുട്ട പപ്സ് ഇതാ ചട്ടി കടന്ന് ഇങ്ങനെ ഇളകിയോട്ടെ. അപ്പൊ ചീരൻ്റെ ഒക്കെ കഴിയാനായിട്ട് മക്കളെ റെഡിയാണ്. കഴിഞ്ഞോ? കൂട്ടാണ്ടാവൂലേ? സത്യ കുറവേ കറല്ലേ? ആ പ്രത്യേകല്ലേ ഇവരെന്താണല്ലോ ഇങ്ങോട്ട് കൂട്ടണം ശരിക്കല്ലേ അല്ലേ? ഇലക്കറികളൊക്കെ കൂട്ടണ്ടേ? ഉപ്പേരികളല്ലേ? ഇല ഉപ്പേരി കറികളൊക്കെ കൂട്ടണം. നിങ്ങളെന്താ പറയാത്ത കൂട്ടണ്ടേ? മാരിയും പെണ്ണുങ്ങാരും എല്ലാരും സമ്മതിക്കണല്ലേ? നിങ്ങളുടെ നോക്കുക നിങ്ങൾ. നമ്മൾ അടുക്കളയൊക്കെ വന്നപ്പോ തേക പോക പരിപാടികളാണ്. ഒരു ഭാഗത്ത് അരി ചീരൻ്റെ ഇല റെഡിയായി. അതേമാതിരി ഇവിടെ അതൊരു സൈഡിൽ പൊരികൾ ഇറക്കുന്നുണ്ട്. അതുപോലെ ഫ്രൂട്ട്സ് കാര്യങ്ങൾ അവിടെ റെഡി ആയിക്കുന്നത്. നമ്മളിന്ന് ദോശയും കാര്യങ്ങളാണ് അടി അതും റെഡി ആയിക്കുന്നത്. അങ്ങനെ ഓരോ സംഗതികൾ ഇതാ നമ്മൾ ജ്യൂസ് പിന്നെ അവിടെ ഉണ്ട്. ജ്യൂസ് അടിച്ചിട്ട് ഇതാ അവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ്. അപ്പം നമ്മളെ മുട്ട പപ്സും അതുപോലെ മുട്ട സമൂസയും റെഡി ആയിക്കുന്നത്. നോമ്പിനുള്ള ഒരു സ്പെഷ്യലാണ്. 11ാമത്തെ നോമ്പിനാണ് നമ്മളെ ഈ ഒരു സ്പെഷ്യൽ ഐറ്റം വന്നത്. 11ാമത്തെ നോമ്പിന് ഈ ഒരു സ്പെഷ്യൽ മാത്രമല്ല, ഒരാളും കൂടി വന്നിരുന്നു, അയാളിപ്പോൾ പോയി. മഴ കേട്ടോ, 11ാമത്തെ നോമ്പിനാണ് ഇപ്പോൾ മഴ മൊത്തം ഉസാറായിട്ട് കൊടുത്തത്. അത്യാവശ്യം ഒരു മീഡിയം ലെവൽ നനയാൻ മാത്രമൊക്കെ പെയ്തത്. നമ്മളെ മോളൂസ് ഇതാക്കണ നല്ല ഫോട്ടോ ഒക്കെ വരച്ചത്. ഇതാരെ ഫോട്ടോ മോളോ? പൊന്നുതാത്തേ? ആ പൊന്നുതാത്തൻ്റെ ഫോട്ടോ ഒക്കെ വരച്ചു. അതേമാതിരി ഉണ്ട് അല്ലേ? അതേമാതിരി ഉണ്ട് അല്ലേ? അജ് വരച്ചതാ? സൂപ്പറായിട്ടാ, സൂപ്പറായിട്ടാ. അടുക്കളയിൽ തകർപ്പം പരിപാടികളായിട്ട് അടുക്കളയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സൈഡിൽ ഭയങ്കര പാത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ്. തേങ്ങ മിക്സിയിലിട്ട് ഇതവിടെ
അടുക്കളത്തെ ഏകദേശം പണികളൊക്കെ തീർത്തിട്ടോ. അപ്പോൾ 6 മണിയാകുമ്പോഴത്തേന് ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു. ചീരൻ്റെ അവിടെ റെഡിയാക്കി വെച്ചാണ്. അതേമാതിരി നമ്മളെ മീൻ കറി, പിന്നെ ഇതാ പാല് തളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ചായക്കുള്ള പാല് തളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കേസ് ഇന്ന് സ്പെഷ്യലായിട്ടുള്ള വിഭവങ്ങളാണിത്. ഉണ്ടാക്കുന്ന ഒരു കാരണം കൂടി ഉണ്ട്. നമ്മൾ 3 ദിവസമായിട്ട് നമ്മൾ പെങ്ങളെ വീട്ടിലായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ അവിടുന്ന് വന്നതാണ്. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു വിഭവങ്ങൾ ഉണ്ടാക്കലുണ്ട്, അപ്പോൾ ഉമ്മാക്ക് കിട്ടില്ല. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വിഭവമായിട്ട് ഞാനിത് ഉണ്ടാക്കിയതാണ് ഞങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് നോമ്പറക്കാനുള്ള സ്പെഷ്യൽ വിഭവങ്ങൾ. അപ്പോൾ കേസ് ഇന്ന് പെരേ നോമ്പറക്കാനുള്ള സ്പെഷ്യൽ വിഭവങ്ങളൊക്കെ ഞങ്ങൾ കാണിച്ചു തന്നു. പക്ഷേ ഞങ്ങൾക്ക് ഇന്ന് നോമ്പറക്കാൻ ഞങ്ങളുടെ പാലമ്പടിയിൽ അവിടെ പാറക്കൽ മസ്ജിദിൽ നോമ്പറക്കാണ്ട്. അപ്പോൾ ഞാനും പോലീസ് കൂടി അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഞങ്ങളിത് വന്നിട്ട് ഞങ്ങൾ ഇത് ടേബിൾ വെക്കുള്ളൂ. ഇവിടെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഇൻഷാ അല്ലാഹ്.